Let us discuss about average value of a function in space. First, let us see the definition. The average value of a function f over a region D in space is defined by the formula average value of f over D equal to 1 by volume of D triple integral over d f dv. അപ്പോൾ ഒരു ഫംഗ്ഷൻ സ്പേസിൽ ഒരു എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ നമ്മൾ ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, സ്പേസിലാണ് ചെയ്യുന്നത്. ഇത് ഈ ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1 by വോളിയം ഓഫ് ദി റീജിയൻ ഡി ഇൻ സ്പേസ്. ആദ്യം തന്നെ തന്നിരിക്കുന്നത് യൂസ് ചെയ്തിട്ട് വോളിയം കണ്ടുപിടിക്കുക, ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഡി വി കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ ആയിരിക്കും ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് വാല്യൂ ഫോർ ദി ഗിവൺ സ്പെസിഫൈഡ് റീജിയൻ ഇൻ സ്പേസ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ വോളിയം കണ്ടുപിടിക്കണം, പ്ലസ് ഈ ട്രിപ്പിൾ ഇൻ്റഗ്രൽ എന്താണെന്നുള്ള വാല്യൂ കൂടി കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് equal to 1 by root of x 1 minus x square minus y square minus z square over the sphere x square plus y square plus z square equal to 1. അപ്പോൾ നമുക്ക് സ്പേസിൽ തന്നിരിക്കുന്ന ഡി എന്നുള്ള റീജിയനാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളത്. വി നോ ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ഈസ് എ സർക്കിൾ വിച്ച് is centered at origin and radius 1 in plane. പ്ലെയിനിൽ വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷനാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളത്, റേഡിയസ് 1 ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്താവും, അത് സ്പേസിൽ വരുന്ന ഒരു സ്പിയർ ആയിട്ട് മാറും. സർക്കിൾ എന്നുള്ളത് സ്പിയർ ആയിട്ട് മാറും. അതാണ് ഇവിടെ ഞാൻ ഫിഗറിൽ വരച്ചിരിക്കുന്നത്. ഓഫ് റേഡിയസ് എന്ന് പറയുന്നത് 1 ആണ്, സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കേണ്ട റീജിയൻ ഇൻ സ്പേസ് എന്ന് പറയുന്നതാണ് ഈ യെല്ലോ പാർട്ടിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ആ വോളിയം തന്നിരിക്കുന്ന റീജിയൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് വോളിയം ഓഫ് ഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ, സ്പിയറിൻ്റെ വോളിയം. സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ്. ആർ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, റേഡിയസ് എന്ന് പറയുന്നത് 1 ആണ്. സോ 4/3 പൈ എന്നുള്ളതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ തന്നിരിക്കുന്ന സ്പിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ആ സ്പേസിൻ്റെ സ്പെറിക്കൽ സ്പേസിലുള്ള ആ റീജിയൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് 4/3 പൈ. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഡി വി കാൽക്കുലേറ്റ് ചെയ്യും. എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എന്ന് പറയുന്നത് ഈ റീജിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സ്പിയർ എന്ന് പറയുമ്പോൾ എന്താവും, ഇപ്പോൾ 2 ഡയമെൻഷനിലാകുമ്പോൾ ഒരു സർക്കിളിന് നമ്മൾ 4 പാർട്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. അത് പ്ലെയിനിൽ ഒരു സർക്കിൾ വരുന്നത്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് സ്പെറിക്കലാകുമ്പോൾ എന്താവും, സ്പിയർ എന്ന് പറയുമ്പോൾ അതിന് 8 ക്വാഡ്രൻറ്റ് ഉണ്ടാവും. 8 ക്വാഡ്രൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതെന്തായാലും എല്ലാ ക്വാഡ്രൻറ്റിലും സിമെട്രിക് ആയിട്ടായിരിക്കും നിൽക്കുക. നമ്മൾ ഒരു ക്വാഡ്രൻറ്റിലെ മാത്രം കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 8 ചെയ്യുകയാണെങ്കിൽ പറഞ്ഞിട്ട് ടോട്ടലായിട്ടുള്ള ഫുൾ സ്പിയറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മളത് ടോട്ടലായിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം ഒരൊറ്റ ക്വാഡ്രൻറ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 8 ചെയ്യുക. പ്ലെയിനിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ 4 ക്വാഡ്രൻറ്റ് സിമെട്രിക് ആണെങ്കിൽ ഒരു ക്വാഡ്രൻറ്റ് ചെയ്തിട്ട് ഇൻറ്റു 4 ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ സ്പിയറാണ്, സ്പെറിക്കലാണ്, സ്പേസിലുള്ളതാണ്. സ്പേസിലുള്ളതാകുമ്പോൾ ഇൻറ്റു 8 ചെയ്യണം, കാരണം 8 ക്വാഡ്രൻ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഡി വി ഈക്വൽ ടു 8 ഇൻറ്റു ദി വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓവർ ദി സ്പിയർ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഒരു ക്വാഡ്രൻറ്റിൻ്റെ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 8 ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ലിമിറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഡി വി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഡി എക്സ് ഡി വൈ ഡി ഇസഡ്, അല്ലെങ്കിൽ ഡി ഇസഡ് ഡി വൈ ഡി എക്സ്, ഏത് ഓർഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് ഡി ഇസഡ് ഡി വൈ ഡി എക്സ് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം, വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കണം, ഇസഡിൻ്റെ ലിമിറ്റ്. ആദ്യം തന്നെ ഇസഡിൻ്റെ ലിമിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പോൾ 0 to ആ ഇസഡിൻ്റെ വാല്യൂലോട്ട് പോയാൽ പോരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഈ കേർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. ഒറിജിനിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ കേർവിൽ എത്തിക്കഴിയുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ ഒരൊറ്റ ക്വാഡ്രൻറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യണം. ഫുള്ളായിട്ട് എടുക്കുമ്പോഴാണ് ടോപ്പ് ടു ബോട്ടം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ലൈൻ കടത്തി വിട്ട് കഴിയുമ്പോൾ അത് ആദ്യം എൻ്റർ ചെയ്യണ റീജിയൻ, പിന്നെ അത് ലീവ് ചെയ്യണ റീജിയൻ, ആ ഒരു രീതിയിൽ നോക്കണം. നമ്മളിപ്പോൾ ഒരു ക്വാഡ്രൻറ്റ് കണ്ടുപിടിക്കണതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ കേർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡിൻ്റെ ഇക്വേഷൻ, ഈ കേർവിൻ്റെ ഇക്വേഷൻ എന്താ? കേർവ് എന്ന് പറയുന്നത് ഈ സ്പിയറിൻ്റെ ഔട്ടറിൽ പറഞ്ഞ ഇക്വേഷൻ, അതെന്ന് പറയുന്നത് x² + y² + z² = 1. അതാണല്ലോ നമ്മുടെ റീജിയൻ. അപ്പോൾ ആ സ്പിയറിൻ്റെ ഇക്വേഷനിൽ നിന്ന് ഇസഡ് ഈക്വൾ ടു എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇസഡ് ഈക്വൾ ടു എന്ത് വരും? ഈ x² + y² എല്ലാം റൈറ്റ് സൈഡിലോട്ട് കൊടുക്കുകയാണെങ്കിൽ z² ഈക്വൾ ടു റൈറ്റ് സൈഡിലോട്ട് കൊടുക്കുകയാണെങ്കിൽ z² = 1 - x² - y². അപ്പോൾ z ഈക്വൾ ടു എന്നുള്ളത് എന്ത് വരും? √(x²) 1 - x² - y² എന്ന് വരും. അങ്ങനെയാണ് ഇസഡിൻ്റെ ലിമിറ്റ് 0 < z < √(1 - x² - y² എന്നുള്ളത് പറഞ്ഞത്. ഇനി വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഇസഡിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ നമുക്കത് ആ സ്പിയർ എന്നുള്ളത് സർക്കിളായിട്ട് മാറി. അപ്പോൾ ഇവിടെ z ഈക്വൾ ടു 0 എന്ന് കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്ത് വരും? x² + y² = 1. അതിൽ നിന്ന് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 തന്നെ, കാരണം ഒരു ക്വാഡ്രൻറ്റ് കൺസിഡർ ചെയ്യണതുകൊണ്ട് 0യിൽ നിന്ന് വൈയിലോട്ടുള്ള വാല്യൂ. വൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫംഗ്ഷൻ റേഡിയസിൻ്റെ വാല്യൂ ആണ് ഇവിടെ 1 എന്നുള്ളത്, വൈയുടെ വാല്യൂ അല്ല, മാറിപ്പോകരുത്. വൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ഫംഗ്ഷനിൽ തന്നെ എടുക്കണം. അപ്പോൾ x² + y² = 1. അതിൽ നിന്ന് വൈയുടെ വാല്യൂ എന്ത് വരും? √(1 - x² എന്നുള്ളത് വരും. ഓക്കെ, ഇനി എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ ഇക്വേഷനിൽ 0 എന്ന് കൊടുക്കുക. അപ്പോൾ x² = 1 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? +or -1 വരും. പക്ഷെ നമ്മൾ ഒരു ക്വാഡ്രൻറ്റ്, അത് നമ്മളിപ്പോൾ പോസിറ്റീവായിട്ടുള്ള എല്ലാം ടേംസും പോസിറ്റീവായിട്ട് പറഞ്ഞൊരു ക്വാഡ്രൻ്റാണ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ 0 to 1 എന്നുള്ളത് വരും. -1 to 1 എന്ന് എടുക്കരുത്, നമ്മൾ ഒരൊറ്റ ക്വാഡ്രൻറ്റിൽ ചെയ്തിട്ട് *8 ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 1 എന്ന് വരും. അങ്ങനെയാണ് ഇവിടെ ലിമിറ്റ്സ് ആയിട്ട് ഇസഡിൻ്റെ ലിമിറ്റ് 0 to √(1 - x² - y², വൈയുടെ ലിമിറ്റ് 0 to √(1 - x² ആൻഡ് എക്സിൻ്റെ ലിമിറ്റ് 0 to 1 എന്ന് എടുത്തത്. അപ്പോൾ ഇവിടെ എടുക്കുന്ന ഓർഡർ dz dy dx ആയതുകൊണ്ട് ആദ്യത്തെ ഇൻ്റഗ്രലിന് എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കുക, ദെൻ വൈയുടെ ലിമിറ്റ്, ആൻഡ് ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് ദി ലിമിറ്റ് ഓഫ് ഇസഡ്. *8 ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള നമുക്ക് ആ റീജിയനിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടും. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ, ഇപ്പോൾ നമ്മൾ ഈ എഫിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കുക? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ 1/√(1 - x² - y² - z². ഇനി ആദ്യം വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 1/√(1 - x² - y² - z² എന്നുള്ള ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫോമാറ്റിലുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് +2 പഠിക്കുന്നതാണ്, ഇങ്ങനത്തെ ഇക്വേഷനുണ്ട്. ഇൻ്റഗ്രൽ 1/√(a² - x² dxൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് sin ഇൻവേഴ്സ് x/a ആണ്. നമ്മുടെ കയ്യിലുള്ള ഇൻ്റഗ്രൽ എന്താ? നമ്മൾ ഒരൊറ്റ ഇൻ്റഗ്രലിനെ കൺസിഡർ ചെയ്യുക. ആദ്യം ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്തിട്ടാണല്ലോ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇൻ്റഗ്രൽ 1/√(1 - x² - y² - z² dz എന്ന് എടുക്കും. ഈ 1 - x² - y² എന്നുള്ളതിനെ ഇവിടെ a ആയിട്ട് കൺസിഡർ ചെയ്യുക, ഈ x ആയിട്ട് ഇസഡിനെ എടുക്കാം. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി a² എന്നല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ആ a² ആക്കാൻ എന്ത് ചെയ്തത്? ഏതോ ഒരു a അതിൻ്റെ സ്ക്വയർ അങ്ങനെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് 1 - x² - y². അപ്പോൾ അതിൻ്റെ റൂട്ട് എടുത്തിട്ട് സ്ക്വയർ ചെയ്താലും ഈ ടേം തന്നെയല്ലേ, സെയിം ടേം തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ a ആയിട്ട് എന്തെടുത്താൽ മതി? √(1 - x² - y², എന്നിട്ട് ഒരു ഹോൾ സ്ക്വയർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ a എന്ന് പറയുന്നത് √(1 - x² - y² ഹോൾ സ്ക്വയർ. അപ്പോൾ a² - x² എന്നുള്ള ഫോർമാറ്റായി. എക്സ് ആയിട്ട് എടുക്കേണ്ടത് ഇസഡിനെയാണ്, കാരണം ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്, മാറിപ്പോകരുത്. ഇനി dz നമുക്ക് ഈ ഒരു ഫോമാറ്റിലേക്കായി. ഈ ഫോമാറ്റിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് sin ഇൻവേഴ്സ് x/a. ഇവിടെ x ആയിട്ട് എടുത്തേക്കുന്നത് z/a എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്നത് √(1 - x² - y². അതാണ് ഇവിടെ ഫസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആയിട്ട് ഞാനിവിടെ sin ഇൻവേഴ്സ് z/√(1 - x² - y² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ ഇൻ്റഗ്രൽ ലിമിറ്റ് 0 to √(1 - x² - y². ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദി അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ
റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയും. അത് ആക്ച്വലി എന്താ സൈൻ ഇൻവേഴ്സ് 1 എന്നുള്ളതാണ് വരിക. ഇനി ഇവിടെ ലോവർ ലിമിറ്റ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ ഇൻവേഴ്സ് 0 എന്ന് വരും. സൈൻ ഇൻവേഴ്സ് 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയത് സൈൻ ഇൻവേഴ്സ് 1 എന്നാണ്. അപ്പോൾ സൈൻ π/2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? π/2 എന്നാണ് പറഞ്ഞത്. സൈൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π/2 എന്ന് വരും. അപ്പോൾ π/2 മൈനസ് 0 ദാറ്റ് ഈസ് π/2 ഇൻറ്റു dy dx. ഇനി ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുക. അപ്പോൾ π/2 ഇൻറ്റു y എന്ന് വരും. അല്ലെങ്കിൽ π/2നെ ഇപ്പോൾ പുറത്തെടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്തെന്നുള്ളൂ. അപ്പോൾ 8 ഇൻറ്റു π/2 ഇവിടെ പുറത്ത് 8 ഇടാൻ മറന്നു പോരും. നമ്മൾ ഒരു ക്വാഡ്രൻറ്റിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇൻറ്റു 8 ചെയ്താലാണ് ടോട്ടൽ സ്പിയറിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ y ടു ഡിവൈയുടെ ഇൻ്റഗ്രൽ y ടു ദി ലിമിറ്റ് 0 ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ദെൻ അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ഇവിടെ എന്തായി? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4π എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി സെയിം ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് x/2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1/2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇത് ഇൻ്റഗ്രേഷനിലുള്ള ഫോമുലയാണ്. സെയിം +2 ബേസിക്സിൽ പഠിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്കത് ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ ഈ 2 ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് ആ ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടു ദി ലിമിറ്റ് 0 ടു 1 to the limit 0 to 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് ദീസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 1 മൈനസ് 1 എന്നുള്ളത് 0 ആയിപ്പോൾ ഇൻറ്റു 1/2 സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു π/2 എന്നാണ്. ബാക്കി എല്ലായിടത്തും 0 വരുമ്പോൾ ബാക്കി എല്ലാ ടേംസും 0 ആയിപ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 1/2 ഇൻറ്റു π/2 എന്നുള്ളൊരു വാല്യൂ മാത്രമാണ് വരുന്നത്. അപ്പോൾ 4π ഇൻറ്റു 1/2 ഇൻറ്റു π/2 സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ π² എന്ന് വരും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഡി വിയുടെ വാല്യൂ എന്ന് പറയുന്നതാണ് നമുക്ക് π² എന്നിട്ട്. ഈ 1 വോളിയം ഓഫ് ഡി എന്ന് പറയുന്നത് 1/4/3π. വോളിയം നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4/3π എന്നുള്ളതായി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 3π/4 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ആവറേജ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ ഇൻ സ്പേസ് കാൽക്കുലേറ്റ്